ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജകോട്ട് രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ മാർ ഗീറി കരോട്ടമ്പ്രേൽ പിതാവിന്റെ നിര്യാണത്തിൽ നാം എല്ലാവരും ദുഃഖിതരാണ്. ഈ അവസരത്തിൽ ഹൃദയംഗമമായ രീതിയിൽ അനുശോചനവും പ്രാർത്ഥനയും രേഖപ്പെടുത്തുന്നു. ഈ നിര്യാണ വേളയിൽ ഗീറി പിതാവ് വഴി സഭയ്ക്കും മനുഷ്യകുലത്തിനും കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നല്ലവനായ ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. 93 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ഒത്തിരി നന്മകൾ ചെയ്ത് കടന്നു പോകുമ്പോൾ ഗീറി പിതാവ് നമ്മുടെ മുമ്പിൽ ഒത്തിരി നല്ല ഓർമ്മകളും പ്രചോദനങ്ങളും മാതൃകകളും ബാക്കി വെച്ചാണ് കടന്നു പോവുക. ഗീറി പിതാവ് CMI സഭയിൽ ചേർന്ന ഒരംഗമായി സേക്രഡ് ഹാർട്ട് പ്രൊവിൻസ് കൊച്ചിയിലെ ഒരംഗമായി ചേരുകയും അവിടെ വിവിധ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം 2 പ്രാവശ്യം ആ പ്രൊവിൻസിന്റെ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലാവുകയും ചെയ്തു. ആ അവസരത്തിലാണ് അദ്ദേഹത്തെ രാജകോട്ട് രൂപതയുടെ രൂപതാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ അവിടെ ചെല്ലുകയും അതോടൊപ്പം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തന്റെ രൂപതയ്ക്ക് വേണ്ടി 27 വർഷക്കാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഒരു രൂപതാധ്യക്ഷനായി 27 വർഷക്കാലത്തെ സേവനം തീർച്ചയായിട്ടും ഒരു രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. വിശ്രമത്തിന് റിട്ടയർമെന്റിന് ശേഷം വിശ്രമ ജീവിതത്തിനായിട്ട് രാജകോട്ടിലുള്ള സെന്റ് സേവിയേഴ്സ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ഒരു ഉത്തമ സന്യാസിയായിട്ട് ജീവിക്കുകയും ചെയ്തു. വളരെ ലളിതമായ രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ ഒരു വിശ്രമ ജീവിതം നയിച്ചു. എപ്പോഴും എല്ലാവർക്കും സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വാസവും. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും മനസ്സിലാക്കുവാനും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു വാസന, പ്രത്യേക ഗുണം എപ്പോഴും ഞങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അദ്ദേഹത്തോട് പെരുമാറുവാനും അതനുസരിച്ച് സ്നേഹിക്കുവാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുവാനും അദ്ദേഹത്തോടൊപ്പം സംവദിക്കുവാനുമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ദൈവാശ്രയബോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു പിതാവായിരുന്നു. പലപ്പോഴും രൂപതയുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പലരാലും ചില കാര്യങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അദ്ദേഹം ദൈവാശ്രയത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളും സംഗതികളും വിജയത്തിലേക്ക് നേടുന്നതായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അത് പ്രത്യേകമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. എന്നെ എപ്പോഴും ദൈവമാണ് സഹായിച്ചിരുന്നത്. ഞാൻ എന്നും ദൈവാശ്രയത്തിൽ എന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ മഹനീയമായ ശക്തി കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹം ഒരു രൂപതാധ്യക്ഷനായി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ആപ്തവാക്യം അവൻ നന്മ ചെയ്ത് കടന്നുപോയി ഉള്ള ഒരു വാക്യമായിരുന്നു. തീർച്ചയായിട്ടും ഗീറി പിതാവിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ ആപ്തവാക്യം വളരെ ഉചിതമായ രീതിയിൽ അദ്ദേഹം നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം എപ്പോഴും ഒരു ലളിത ജീവിതമാണ് നയിച്ചത്. ലളിത ജീവിതം നയിച്ച് മനുഷ്യരുടെ ഒത്തിരി നന്മകൾ ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. പലപ്പോഴും പാവങ്ങളോടും ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് സഹായത്തിന് വന്നാൽ ഒരിക്കലും അദ്ദേഹം ഒരു നോ എന്നുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുവാനുള്ള ഒരു പ്രചോദനമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ 3 വർഷക്കാലം പ്രൊവിൻഷ്യൽ ഹൗസിൽ ജീവിക്കുവാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുമായ അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതെപ്പോഴും ഒരു ഗ്രേസ് ഫിൽഡ് പ്രസൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസ് അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേർപാട് സഭയ്ക്കും മനുഷ്യകുലത്തിനും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്കൊരു തീരാ നഷ്ടം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന എന്നൊരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ഈ അവസരത്തിൽ
രാജക്കോട്ട് രൂപതയോടും അതോടൊപ്പം തന്നെ സെന്റ് സേവിയേഴ്സ് പ്രൊവിൻസ് രാജക്കോട്ടിലെ അംഗങ്ങളോടും CMI സഭയുടെ കടപ്പാടും അതുപോലെ അനുശോചനവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.